കുടുംബത്തുണ്ടാകട്ടെ. പ്രാവശ്യം കൂടെ വചനമായിട്ട് നിൽക്കാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. എവിടെയാണ് നമ്മൾ ദൈവമായിട്ട് ഇന്ന് കൂടുന്നത് അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ടാകുന്നത് നമ്മുടെ. അതിനായിട്ട് എബ്രായർ 13:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയിൽ തന്നെ ഹൃദയമുറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ നമ്മൾ 9-ാം വാക്യത്തിൽ എനിക്ക് ഏറ്റവും സ്പർശിക്കുന്ന കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ഒത്തിരി പല വിധമായ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ അതിലോട്ട് പോകാതെ അതിന് മുകളിൽ അവിടെ എബ്രായരുടെ ഇടയിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള വിഷയങ്ങൾ കാരണമാണ് പറയുന്നത്. ചിലർ യഹൂദ നിയമങ്ങളെ ആചരിക്കണം, അതിൻ്റെ കൂടെ തന്നെയാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം പൗലോസ് എബ്രായരോട് പറയുവാണ്, അങ്ങനെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എല്ലാം ആചരിക്കേണ്ട അത്യാവശ്യമൊന്നുമല്ല. ഇതൊന്നും അല്ല. നമുക്ക് എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കണം. നമ്മുടെ കൃപയിലാണ് കാര്യം, അല്ലാതെ അന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആചരിച്ചു പോകുന്നതിലല്ല എന്നാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പം കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. അപ്പം അവിടെ നമ്മളത് പഴയ നിയമത്തിലെ പാപയാഗത്തിൻ്റെ കാര്യമാണ് നമ്മൾ താഴോട്ട് മനസ്സിലാക്കുന്നത്. അപ്പം ആ യാഗപീഠം ഇവിടെ നമ്മൾ കാണുന്ന ആ യാഗപീഠം ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. അപ്പം ആ ക്രൂശിൽ നമുക്കാണ് അവകാശമുള്ളത്, ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക്. അപ്പം നേരത്തെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അന്നത്തെ കൂടാരത്തിൽ, സമാഗമന കൂടാരത്തിൽ അങ്ങനെ അവിടെ ശുശ്രൂഷിക്കുന്നവർക്ക്, അതായത് പ്രീസ്റ്റ് പുരോഹിതന്മാർക്ക് അവർക്ക് അവകാശമില്ലാത്ത ഒരു യാഗപീഠമാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾക്കും ദൈവം ആ പുരോഹിതൻ ആകാനും രാജകീയ പുരോഹിത വർഗം ആകാനും ഒക്കെ ദൈവം നമുക്ക് അധികാരം തന്നപ്പോൾ നമുക്ക് കിട്ടിയ ആ യാഗപീഠം, ആ ക്രൂശ്, അതാണ് നമ്മുടെ യാഗപീഠം. അപ്പം മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ലേവ്യ 8:14 മുതൽ 17 വരെ വായിക്കാം. അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു. 14 മുതൽ 17 വരെ. പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഹരോനും പുത്രന്മാരും കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിന്റെ രക്തമെടുത്ത് വിരൽ കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു. ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിലൊഴിച്ച് അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിച്ചു. കുടലിന്മേലുള്ള സകല മേധസ്സും കരലിന്മേലുള്ള വപയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേധസ്സും മോശെ എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു.
എന്നാൽ കാളയെയും അതിന്റെ തോൽ, മാംസം, ചാണകം എന്നിവയെയും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കേട്ട എല്ലാവർക്കും മനസ്സിലായി. അതിന് താഴോട്ടുള്ള വാക്യം വരെയാണ്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ മഹാപുരോഹിതൻ, ഞാൻ 11-12 വായിക്കുന്നത് എബ്രായറിൽ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്കും കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ചും ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പം ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഇവിടെ നമ്മൾ കണ്ട പോലെ ആ മൃഗത്തിൻ്റെ, കാളയുടെ മേധസ് അതിനകത്ത് അതിൻ്റെ രക്തമെടുത്ത് വിരൽ കൊണ്ട് യാഗത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു. അപ്പം നമ്മളിവിടെ കാണുന്ന അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. അപ്പം കർത്താവിനെ നമുക്കറിയാം എവിടെയാണ് കൊണ്ട് ക്രൂശിച്ചതെന്ന്. ആ യെരുശലേമിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് കർത്താവിനെ ക്രൂശീകരിക്കാനിടയായത്. അപ്പോൾ ആ കാര്യം എന്തുകൊണ്ടാണ് ഇതിന് നിവൃത്തിയുണ്ടാവാനും ഇതൊരു നിഴലായിരുന്നു ഈ പാപയാഗം. അപ്പം നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി കർത്താവിനെ പുറത്ത് ക്രൂശിൽ ബലി കഴിക്കേണ്ടി വന്നു. അല്ല, അവിടെ ചുട്ടുകളയുന്ന പോലെ, ഇവിടെ ഇപ്പോൾ പുറത്ത് പോയി ചുട്ടുകളയുന്ന പോലെ. പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ രക്തം കൊണ്ട് ഇതിനകത്തുള്ളവർക്ക് ശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് നടന്നത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ അകത്തുള്ളതെല്ലാം ഈ യാഗപീഠത്തിലാണ് വെക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം യാഗപീഠത്തിൽ വെച്ചുകൊണ്ട് അവിടെയാണ് രക്തം കൊണ്ട് ശുദ്ധീകരിക്കേണ്ടതും അവിടെയാണ് യാഗം കഴിക്കേണ്ടതും. പക്ഷെ നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങൾ, നമ്മൾ പുറമേ നമ്മുടെ ശരീരം, നമ്മുടെ മാംസം, ഇവിടെ പറയുന്ന പോലെ നമ്മുടെ ഫ്ലഷ്, അതായത് നമ്മുടെ ജഡത്തെ നമ്മൾ പുറത്താണ് അവിടെ യാഗം കഴിക്കേണ്ടത്. പാളയത്തിന് പുറത്താണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ ഒരു കാര്യമാണത്. പക്ഷെ പഴയ നിയമത്തിലെ പോലെ നമ്മൾ പഴയ നിയമങ്ങളെ അല്ലെങ്കിൽ പഴയ വിഷയങ്ങൾ, ട്രഡീഷനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വിട്ടിട്ടാണ് കർത്താവിൻ്റെ അടുത്തോട്ട് ഈ നിന്നേ ചുമക്കാൻ. നമ്മളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ ദൈവം നമ്മളെ മനസ്സിലാക്കി തന്ന കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ചിലപ്പം നമുക്ക് നിന്ന് സഹിക്കേണ്ടി വരും. ആ എവിടാണ്? പുറത്താണ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് സഹിച്ചത് കൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത്. അവിടെ നടന്ന ആ നഗരത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും കർത്താവിന് പുറത്തു പോകേണ്ടി വന്നു. അപ്പം നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ട് ചിലപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് വിഷയങ്ങളുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അന്നേരം നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പുറത്തോട്ട് ചെന്ന് കർത്താവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്താണ് അവൻ്റെ അടുക്കൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വരുവാനുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അപ്പം നമുക്ക് ഇവിടെ അല്ലെങ്കിലും ഒന്നും നിലനിൽക്കുന്നതൊന്നും ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളാണ്. ഈ ഓൾട്ടറിൽ ക്രൂശിൽ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളാണ്. ആ ക്രൂശിൽ നമ്മൾ യാഗം കഴിക്കേണ്ടത്. നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ആ യാഗപീഠത്തിൽ വെക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം പുറത്താണ് വിടേണ്ടത്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ രക്തം ഉള്ളിലാണ് കൊണ്ടുവന്ന് നമ്മളെ ശുദ്ധീകരിച്ചത്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ മോശയുടെ സമയത്ത് കാണുന്നുണ്ട്. മോശ ഒരു ഈ കൂടാരം പണിയുന്നതിന് മുമ്പ് ദൈവം അവരോട് ഈ കൂടാരം പണിയാൻ പറയുന്നതിന് മുമ്പ് ഒരു കൂടാരം മോശ പണിയുന്നുണ്ട്. അത് പക്ഷെ പാളയത്തിന് പുറത്ത് തന്നെയായിരുന്നു. ആ
അവിടെ വെച്ചായിരുന്നു മോശ ദൈവത്തോട് സംസാരിക്കാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ പുറപ്പാട് 33 അധ്യായത്തിലൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ കൂടാരത്തെ പണിയാൻ, അത് സമാഗമന കൂടാരത്തെ പണിയാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ദൈവം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എബ്രായർ 11:25-26 ഒന്ന് വായിക്കാം. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളാൽ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും, എത്ര ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഗുണമുള്ള കാര്യമാണെങ്കിലും, ഈ ലോകപരമായിട്ട് നമുക്ക് എത്ര ഗുണമുള്ള കാര്യമാണെങ്കിലും, മോശ ചെയ്ത പോലെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചിട്ടാണ് മിസ്രൈമിലെ അവിടുത്തെ നിക്ഷേപങ്ങളെയും വിട്ടിട്ടാണ് ക്രിസ്തുവിന്റെ നിന്ന വലിയതെന്ന് എണ്ണുകയും ചെയ്തത്. അപ്പം അവിടെ നമ്മൾ കാണുന്നത് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയതെന്ന് എണ്ണുകയും ചെയ്തു. അത് മോശയെക്കുറിച്ചാണത് പറയുന്നത്. ക്രിസ്തുവിന്റെ നിന്ന വലിയതെന്ന് മോശ അന്നേ കണ്ടു എന്നുള്ളത്. പിന്നെ അതുപോലെ നമുക്കും ഇതെല്ലാം വിട്ടിട്ട് ക്രിസ്തുവിന്റെ നിന്നയാണ് അതിനേക്കാൾ വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കി പുറത്ത് പോകേണ്ടതാണ്. നമ്മുടെ ആ കംഫർട്ട് സോൺ, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ആയിരിക്കും നമുക്ക് പുറത്ത് പോകേണ്ടി വരുന്നത്. എന്നാലും അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സുഖിച്ച് നമ്മുടെ സൗകര്യത്തിന് നിന്നുകൊണ്ടല്ല, ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവൻ്റെ നിന്ന ചുമക്കാൻ പുറത്ത് ഏതൊക്കെ നിന്നയാണെങ്കിലും. അത് മാത്രമല്ല, ക്രൂശിൽ നമുക്ക് ക്രൂശിക്കേണ്ടത് നമ്മുടെ ജഡത്തെ മുഴുവനായിട്ടും ക്രൂശിക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ടും നമ്മൾ സ്നാനപ്പെട്ടു, നമുക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചു എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പലപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മൾ അപ്പം അതിനുവേണ്ടി നമുക്കൊന്ന് പുറത്ത് പോകണം. നമ്മുടെ ആ കാര്യത്തെ നമ്മുടെ ആ കംഫർട്ട്, നമുക്ക് ചെറിയൊരു കള്ളം പറഞ്ഞോ ചെറിയൊരു കാര്യത്തിന് നമ്മുടെ സൗകര്യത്തിനും ആ സാഹചര്യത്തിനും ഒക്കെ നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് നിത്യമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഉള്ള നിലനിൽക്കാത്ത ഒരു നഗരത്തിന് വേണ്ടിയിട്ടല്ല നമ്മളതൊന്നും ചെയ്യുന്നത്. പിന്നെ പുതിയ നിയമത്തിൽ നമ്മൾ ദൈവമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് എവിടെയാണ്? പ്രാർത്ഥനയിൽ മത്തായി 6 പറയുന്ന പോലെ നമ്മൾ പ്രേ ഇൻ സീക്രറ്റ്. ഇപ്പം നമ്മൾ ആരും കാണാതെ വാതിലടച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം ദൈവം ഇപ്പം നമുക്കറിയാം, പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യരിലും പറയുന്നുണ്ട്, നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം, നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഇന്ന് അറിയുന്നു. ആ അന്നത്തെ കാര്യം, അന്നത്തെ ആ രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഓരോ ആചാരങ്ങൾ കൂടെ അത് ഇന്ന് നമുക്ക് ദൈവം മനസ്സിലാക്കി തന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കി തന്നു നമ്മളാണ് ആ കൂടാരം. അപ്പം നമ്മളിൽ ദൈവത്തിന് വസിക്കണമെങ്കിൽ ഇതെല്ലാം പുറത്ത് വെച്ച് ഇതെല്ലാം യാഗം കഴിച്ചും ചുട്ടുകളഞ്ഞും ശരീരത്തെയും നമ്മുടെ ജഡത്തെയും ഒക്കെ ചുട്ടുകളഞ്ഞിട്ട് അതിൻ്റെ ഒരു അംശവും നമുക്ക് വേണ്ട. ആ നമ്മുടെ ചുട്ട് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വരണം. അതുപോലെ തന്നെ വെളിപ്പാടിലും പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നുവെങ്കിൽ ഞാൻ അവരുടെ കൂടെ അകത്ത് വന്ന് അവരുടെ കൂടെ അത്താഴം കഴിക്കുമെന്ന്. അപ്പം ദൈവം അതുപോലെ നമ്മളോട് അടുത്തു. അന്ന് ആ സമയത്ത് ദൈവത്തിന് എപ്പോഴും വരാൻ പറ്റത്തില്ലായിരുന്നു. നമ്മളിപ്പം അവകാശപ്പെടുന്നുണ്ട് ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു, നമ്മുടെ ഉള്ളിലായിരിക്കുന്നു എന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ദൈവത്തെ പുറത്താണ് വെച്ചേക്കുന്നത്. നമ്മൾ ആ സ്ഥലത്തോട്ട് പോകുന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് വെളിപ്പാട് 2:13 വാക്യം വായിക്കാം. എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം മുഴുവൻ എന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാം മുറിവ് പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിട്ട് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസനുമായ അന്തിപ്പോസിനെ കൊന്ന സ്ഥലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. തെറ്റി എഴുതിയിരിക്കുന്നുണ്ട്.
പുതിയ യെരൂശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി 21-ലാണ് അത്. 21-ന്റെ 13. അതെ, 21-ന്റെ 13. 21-ന്റെയാണ് അത്. ആ 2-3 വാക്യങ്ങളായിരുന്നു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അപ്പോൾ നമുക്ക് വരാനുള്ളതും അതുപോലെയാണ്. അപ്പോഴും ദൈവം നമ്മുടെ ഇടയിൽ വസിക്കും. അത് പുതിയ ഭൂമിയും. അപ്പോൾ നമ്മൾ ആ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഈ പഴയ ഭൂമിയിൽ, ഇവിടെ നമുക്ക് ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ കൂടെ പിന്നെയും ദൈവം എല്ലാവരുടെയും കൂടെ അവിടുന്ന് ഇറങ്ങി വന്ന് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജെയിംസ് 4:8 കൂടെ വായിക്കാം. യാക്കോബ്. എന്നാൽ അവൻ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവമക്കളോടാണ് ഇവിടെ പറയുന്നത്. അപ്പം ദൈവത്തോട് അടുത്താലേ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുന്നുള്ളൂ. അവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. അപ്പം നമ്മുടെ കൈകൾ എന്ന് പഠിച്ചാൽ തന്നെ നമ്മുടെ പ്രവൃത്തികളാണ്. നമ്മുടെ പ്രവൃത്തികളെയാണ് ദൈവം വെടിപ്പാക്കാൻ പറയുന്നത്. അങ്ങനെ ആയാലേ നമ്മൾക്ക് കൈകളെ വെടിപ്പാക്കിയാലേ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുമല്ല, ഇരുമനസ്സ് അത് പ്രവൃത്തിയാണ്. പിന്നെ ഉള്ളിലത്തെ കാര്യമാണ് ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ. നമ്മൾ പലപ്പോഴും ഇരുമനസ്സുള്ളവരാണെന്ന് എൻ്റെ കാര്യം ഞാൻ പറയുക, പലപ്പോഴും ഇരുമനസ്സാണ്. ദൈവം അങ്ങനെ അല്ല ആഗ്രഹിക്കുന്നത്. നമ്മളെക്കുറിച്ച് ഒരു ഉറച്ച മനസ്സോടെ ഏതൊരു കാര്യത്തിലും നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തെ പിൻപറ്റുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും ഒരു ഉറപ്പുണ്ടായിരിക്കണം. നമുക്ക് എന്തിനാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത് വിശ്വസിക്കുന്നത് എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുമനസ്സായിട്ട് അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഏത് ഉപദേശങ്ങളായാലും ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ഒരു ഉപദേശമുണ്ട്. അത് ആത്മാവിനാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ അതിനുവേണ്ടി ആവശ്യമാണ്. ഈ പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഇവർക്ക് കൂടാരം, സമാഗമന കൂടാരം അല്ലെങ്കിൽ ദൈവം വസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുമ്പം എപ്പോഴും അവിടെ ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കാൻ പറയുന്നുണ്ട്. അത് നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് ആ എണ്ണയും. അപ്പം എപ്പോഴും എണ്ണയും അതിലുണ്ടായിരിക്കണം, എന്നാലേ ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കത്തുള്ളൂ. നമുക്ക് പുറപ്പാടിലും ലേവ്യ ഭാഗങ്ങളിലൊക്കെ കാണാൻ പറ്റും. അപ്പം അവിടെ അഹരോനെ അല്ലെങ്കിൽ പുരോഹിതൻ കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷനാണ് അവർ രാത്രി. നമുക്ക് ആ വാക്യം ലേവ്യ 24-ന്റെ ലേവ്യ 24-ന്റെ 1 മുതൽ മുഴുവൻ വായിക്കണ്ട. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തതെന്നാൽ,
ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിനെ ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധി നിത്യം ഒരുക്കി വെക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. സ്തോത്രം. അവിടെ നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത കാര്യം വൈകുന്നേരം മുതൽ സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. നമ്മൾ ഒരുക്കി വെക്കുന്നത് എങ്ങനെയാണെന്നും അറിയാം. നമുക്ക് വിളക്ക് എങ്ങനെയാണ് ഒരുക്കി വെക്കുന്നത്, എണ്ണ എപ്പോഴും നിറഞ്ഞിരിക്കണം, അതിൻ്റെ തിരി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം, ട്രിം ചെയ്തുകൊണ്ടിരിക്കണം, ഇതൊക്കെ നമുക്ക് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അത് എപ്പോഴും വൈകുന്നേരം മുതൽ രാവിലെ വരെ. അത് എനിക്കവിടെ മനസ്സിലായത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം ഈ ഡാർക്കായിരിക്കുന്ന സമയത്ത് അവിടെ ആണ് ദൈവം നമ്മളോട് ഈ വൈകുന്നേരം മുതൽ രാവിലെ വരെ എന്ന് പറഞ്ഞാൽ ദൈവം വരുന്ന സമയമാണ് ഈ രാവിലെ എന്ന് പറഞ്ഞാൽ. കർത്താവ് വരുന്ന ആ ഉദിക്കുന്ന സമയത്ത്, നീതി സൂര്യൻ ഉദിക്കുന്ന സമയത്ത്. അപ്പം അതുവരെ കർത്താവ് വരുന്നവരെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമാണ്, മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തണം. അതിനുവേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ പരിശുദ്ധാത്മാവിനും നമ്മുടെ വിളക്കും നമ്മുടെ എണ്ണയും എപ്പോഴും അതിലുണ്ടായിരിക്കണം. നമ്മൾ പുതിയ നിയമത്തിലും അത് കാണുന്നതാണ്. അവിടുന്ന് ഞാൻ ജസ്റ്റ് പഴയ നിയമത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പുതിയ നിയമത്തിലും കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും ഉപമകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും റെഡി ആയിട്ടിരിക്കാൻ അതിന് നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് പുതിയ ആകാശവും ഭൂമിയും ഉള്ള സമയത്തും ദൈവമായിട്ട് വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് ഇവിടെ ഇപ്പം നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത് നമ്മുടെ യാഗം കഴിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഡെയിലി ഉള്ള എല്ലാ ജഡത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ ക്രൂശിൽ യാഗം കഴിച്ചാൽ മാത്രമേ നമുക്ക് ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തോടൊരു കൂടിക്കാഴ്ച നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെയും അതിൻ്റെയും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാവശ്യം നമുക്കുണ്ട്. പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ